ദൈവത്തിൻ്റെ ധന്യ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാ ദൈവദാസിദാസന്മാർക്കും മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായി സ്വാഗതം അർപ്പിക്കുന്നു. വിശുദ്ധിക്ക് വേണ്ടി, വേർപാടിന് വേണ്ടി ഒരുങ്ങുകയും ഒരുക്കപ്പെട്ട് കൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാ ദൈവമക്കളെയും ദൈവം ധന്യമായി അനുഗ്രഹിക്കട്ടെ, ആശീർവദിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ വേദപുസ്തകത്തിനകത്ത് ഇങ്ങനെ കാണാൻ സാധിക്കുന്നു: ഏത് നിസ്സാര വാക്കിനും ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മൾ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും എന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ വേദപുസ്തകത്തിനകത്തുള്ള ചെറുതോ വലുതോ ആയിട്ടുള്ള നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഒന്ന് വിട്ടുപോയാൽ നമ്മൾ ദൈവകൽപ്പനയോട് വിരോധമായി നിൽക്കുകയാണ്. രണ്ടാമത്തത്, ദൈവത്തെ ഞാൻ സ്നേഹിക്കുന്നു എന്ന് പറയുന്നത് പള്ളിയിൽ ഓടുന്നത് കൊണ്ടല്ല, അന്യഭാഷ പറയുന്നത് കൊണ്ടല്ല, ശുശ്രൂഷകൾ ചെയ്യുന്നത് കൊണ്ടല്ല, ഇടയനായത് കൊണ്ടല്ല, സ്നാനപ്പെട്ടത് കൊണ്ടല്ല, അവൻ്റെ കൽപ്പനകൾ നമ്മൾ അനുസരിക്കുമ്പോഴാണ് ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് അതിനാൽ അറിയപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ തിരുവചനത്തിലുള്ള ചെറുതും വലുതുമായ എല്ലാ കൽപ്പനകളും നമ്മളാൽ കഴിയുന്ന രീതിയിൽ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ ഈ തിരുവചനവും കാരണമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ആത്മീയരുടെ ഇടയിൽ വളരെ നിസ്സാരമായി കാണുന്ന ചില വിഷയങ്ങളാണ് ഞാൻ എൻ്റെ വീഡിയോയിൽ കൂടെ നിങ്ങളെ അറിയിച്ചു കൊണ്ടിരിക്കുന്നത്. അത് പരിശുദ്ധാത്മാവ് എൻ്റെ ഹൃദയത്തിനകത്ത് ബോധ്യപ്പെടുത്തുന്നതും കൂടെ കൊണ്ടാണ് നിങ്ങളെ അറിയിക്കുവാൻ ഞാൻ വെമ്പൽ കൊള്ളുന്നത്. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് സ്ത്രീധനം എന്ന വിഷയം തന്നെയാണ്. നമുക്കറിയാം, ഈ ഒരു വാക്ക്, സ്ത്രീധനം എന്ന വാക്ക് നമ്മൾ കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിനകത്ത് കേരളക്കരയിൽ മുഴങ്ങി നിന്ന ഒരു സമയത്ത് നമ്മെല്ലാവരെയും വേദനിപ്പിച്ച ഒരു സംഭവമാണ് വിസ്മയ കൊലക്കേസ്. വിസ്മയയുടെ ആത്മഹത്യയെക്കുറിച്ച് നമുക്ക് കാണാനും അറിയുവാനിടയായത്. അത് സ്ത്രീധനത്തിൻ്റെ പേരിലാണ് ആ തലമുറ അല്ലെങ്കിൽ ആ പെൺകുട്ടി ഈ ലോകവാസം വിട്ട് പോകേണ്ട ഗതികേട് വന്നത്. ഇതുപോലെ ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന് പെൺകുട്ടികളുടെ ജീവൻ നഷ്ടപ്പെട്ടത് ഈ സ്ത്രീധനം എന്ന ഒറ്റ വിഷയത്തിൻ്റെ നടുവിൽ. ഇന്ന് എത്രയോ പെൺകുട്ടികൾ കുടുംബമായി, കുഞ്ഞുങ്ങളും ഒന്നിച്ച് സന്തോഷത്തോടെ ജീവിക്കേണ്ട എത്രയോ കുടുംബമാണ് സ്ത്രീധനത്തിൻ്റെ പേരിൽ തകർന്നുകൊണ്ടിരിക്കുന്നത്. ഈ സന്ദേശത്തിൻ്റെ പ്രാധാന്യം, ഈ സന്ദേശത്തിൻ്റെ അകക്കാമ്പ് എന്ന് പറയുന്നത് നാളെയുടെ നീളകളിൽ നമ്മുടെ തലമുറകളുടെ മേലും ഇതുപോലുള്ള അകാലമായ മരണങ്ങൾ സംഭവിക്കാതിരിക്കാനും അകാലമായ പ്രതിസന്ധികൾ സംഭവിക്കാതിരിക്കാനും ഒരു മുൻകുറിയായി ദൈവവചനപ്രകാരം സ്ത്രീധനം എന്ന വിഷയം ഞാൻ ദൈവനാമത്തിൽ പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ച് നിങ്ങളോട് സംസാരിപ്പാൻ ആഗ്രഹിക്കുകയാണ്. കുറച്ചു സമയം, നിങ്ങളുടെ തിരക്കിട്ട സമയമാണെന്നറിയാം, എങ്കിലും ഒന്ന് കേൾക്കുവാൻ നല്ല മനസ്സ് കാട്ടിയാൽ അത് ഏറ്റവും അനുഗ്രഹമായിരിക്കും എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. സാധാരണയായി നമ്മുടെ ആലയങ്ങളിലൊന്നും ഈ സ്ത്രീധനം എന്ന വിഷയം പ്രസംഗിക്കാറില്ല. നമ്മുടെ ആലയങ്ങളിൽ മാത്രമല്ല, നമ്മുടെ കൺവെൻഷനുകളിലോ ഉപവാസ പ്രാർത്ഥനകളിലോ ഇതൊന്നും പ്രസംഗിക്കാറില്ല. ഇതൊന്നും പ്രസംഗിക്കാൻ പലർക്കും സമയമില്ല. അതിന് അവരുടെ കണ്ണുകൾ ദൈവവചനത്തിൽ പോകുന്നതുമില്ല. ഞാൻ അങ്ങോട്ട് പോകുവാൻ ആഗ്രഹിക്കുന്നില്ല. എങ്കിലും എൻ്റെ ഹൃദയത്തെ വേദനിപ്പിച്ച, തളർത്തിക്കളഞ്ഞ ചില വിഷയങ്ങൾ എൻ്റെ മുമ്പിൽ വന്നപ്പോൾ നിശ്ചയമായും ഈ സന്ദേശം ചില കുടുംബങ്ങൾ, ചില വ്യക്തികൾക്കെങ്കിലും രൂപാന്തരങ്ങളും മാറ്റങ്ങളും ആശ്വാസത്തിനും ഇത് കാരണമായി തീരുമെന്ന് പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ച് ഞാൻ ഈ സന്ദേശം നിങ്ങൾക്ക് പകരാൻ ഇന്ന് ഞാൻ ഇവിടെ ആയിരിക്കുന്നത്. വളരെ പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. വിശുദ്ധ വേദപുസ്തകത്തിനകത്ത് സ്ത്രീധനം കൊടുക്കണമെന്ന് തിരുവചനം പറയുന്നുണ്ടോ? എങ്കിൽ ആർക്കാണ് കൊടുക്കേണ്ടതെന്ന് പറയുന്നുണ്ടോ? നമ്മൾ പലപ്പോഴും തിരുവചനത്തെ അതിൻ്റെതായ കാര്യഗൗരവത്തോടുകൂടെ പഠിക്കാത്തതിൻ്റെ പേരിൽ നമ്മൾ പലപ്പോഴും നിത്യതയിൽ നിന്നും അകന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പലപ്പോഴും ആരാധിക്കുന്നു, പ്രാർത്ഥിക്കുന്നുവെങ്കിലും ദൈവത്തിൻ്റെ വചനത്തെ നമ്മൾ ഗ്രഹിക്കാത്ത കാലം നമ്മുടെ ആരാധനകളും പ്രാർത്ഥനകളും വ്യർത്ഥമായി തീരും. ഇത് പിശാചിന്റെ ഏറ്റവും വലിയ തന്ത്രമാണ്. ആകയാൽ നമ്മൾ വളരെ പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ഈ സന്ദേശത്തിലേക്ക് കിടക്കാം. സ്ത്രീധനം കൊടുക്കണമോ? കൊടുക്കണമെങ്കിൽ ആർക്ക് കൊടുക്കണം? എപ്പോൾ കൊടുക്കണം എന്ന് തിരുവചനത്തിനകത്തുണ്ടോ?
പുതിയ നിയമത്തിലും പഴയ നിയമത്തിലും നമുക്കൊന്ന് വിചിന്തനം ചെയ്യാം. ഞാൻ ഈ സന്ദേശം ഒരിക്കൽ കൂടി ആവർത്തിച്ച് പറയുന്നു. കുറച്ച് സമയം, നിങ്ങളുടെ വിലപ്പെട്ട സമയം, എനിക്കറിയാം വിലപ്പെട്ട സമയമാണെന്നറിയാം, എന്നിലേക്ക് സ്വാഗതം അർപ്പിക്കുകയാണ്. ഈ സ്ത്രീധനം എന്ന വാക്ക് മൂലഭാഷയിൽ അല്ലെങ്കിൽ ഹീബ്രു ഭാഷയിലേക്ക് വരുമ്പോൾ മോഹർ എന്നാണ് അതിൻ്റെ വാക്ക് പറഞ്ഞിരിക്കുന്നത്. മോഹർ എന്ന വാക്കിൻ്റെ അർത്ഥം സ്ത്രീധനം എന്ന് തന്നെയാണ്, മാറ്റമില്ല. പക്ഷേ മലയാളത്തിലേക്ക് ഞാൻ ഒന്ന് പരതി നോക്കിയപ്പോൾ എന്നെ ചിന്തിപ്പിച്ച ഒരു ഭാഗം ഇങ്ങനെയാണ്. ഞാൻ അതിനെ എക്സ്പ്ലെയിൻ ചെയ്തൊന്ന് പറഞ്ഞോട്ടെ. മോഹർ എന്ന വാക്കിന് മലയാളത്തിൽ കൊടുത്തിരിക്കുന്ന അർത്ഥം എന്ന് വെച്ചാൽ വിവാഹം കഴിക്കാൻ പോകുന്ന വരൻ, വിവാഹം കഴിക്കാൻ പോകുന്ന വധുവിൻ്റെ വീട്ടിൽ അല്ലെങ്കിൽ പിതാവിന് കൊടുക്കുന്ന ധനത്തെയാണ് സ്ത്രീധനം എന്ന് മൂലഭാഷയിൽ മോഹർ എന്ന വാക്ക് കൊണ്ട് അർത്ഥമാക്കുന്നത്. ഒരിക്കൽ കൂടെ പറയാം. വിവാഹം കഴിക്കുന്ന പയ്യന്റെ വീട്ടുകാർ വിവാഹത്തിലേക്ക് കടക്കാൻ പോകുന്ന പെൺകുട്ടിയുടെ വീട്ടിലേക്ക് ധനമായോ സമ്മാനമായോ കൊടുക്കുന്നതിൻ്റെ പേരാണ് മോഹർ അല്ലെങ്കിൽ സ്ത്രീധനം എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. കാര്യം മനസ്സിലായല്ലോ? ഇത് തിരുവചനത്തിനകത്ത് തെളിവുകളുണ്ടോ? അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ദൈവവചന വിരുദ്ധമായിട്ടാണ് പല വിവാഹങ്ങളുടെ തുടക്കം തന്നെ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. വളരെ ശ്രദ്ധിക്കണം. വിവാഹം കഴിക്കാനുള്ള യൗവനക്കാർ, വിവാഹത്തിനു വേണ്ടി ഒരുക്കപ്പെടുന്ന മക്കളെ ഒരുക്കിക്കൊണ്ടിരിക്കുന്ന അപ്പനമ്മമാർ വളരെ സൂക്ഷ്മതയോടുകൂടെ ഈ സന്ദേശം ഒന്ന് കേൾക്കണം. കഴിഞ്ഞ നാളുകളിൽ കൈ നിറച്ച സ്ത്രീധനം മേടിച്ച സഹോദരന്മാരോ അമ്മയപ്പന്മാരോ ഉണ്ടെങ്കിൽ ഈ സന്ദേശം കേൾക്കുന്നെങ്കിൽ ഇരുന്ന് ഒരു നിമിഷം കർത്താവിനോട് ഏറ്റു പറയണം. കർത്താവെ, എനിക്ക് ഈ വിഷയം എനിക്ക് അറിയാഞ്ഞിട്ടാണ് ഞാൻ അത് ചെയ്തു പോയത്. മനഃപൂർവ്വമായി അങ്ങയുടെ രക്തത്താൽ എന്നെ കഴുകൽ പ്രാപിക്കണമെന്ന് പറഞ്ഞ് ദൈവസന്നിധിയിൽ ഒരിക്കൽ കൂടി അണഞ്ഞു വരണം എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ ദശാംശം വാങ്ങിച്ച ഈ പയ്യന്റെ കുടുംബത്തിൽ നിന്നും ദശാംശം കൈനീട്ടി സ്വോത്രം പറഞ്ഞു വാങ്ങിച്ച ഉപദേശിമാരും അതിനെ ഏറ്റു പറഞ്ഞ് ഉപേക്ഷിച്ചോളണം. ഇല്ലെങ്കിൽ ഇവിടെ ഒരു കുഴപ്പവും ഇല്ല, ഇവിടെ നമുക്ക് ഇങ്ങനെയൊക്കെ പോകാം. പക്ഷെ കാഹളം ധരിക്കുമ്പോൾ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുന്നതിന്റെ കൂട്ടം അല്ലെങ്കിൽ ജീവനോടിരിക്കുന്നെങ്കിൽ ഒരു പുനരുത്ഥാനം നമുക്ക് പ്രാപിക്കാൻ പറ്റില്ല. അത്ര മാത്രമേ ഉള്ളൂ. പുനരുത്ഥാനം പ്രാപിക്കണമെങ്കിൽ നിശ്ചയമായും ഈ വിഷയത്തിന് മേൽ ഒരു ക്രമീകരണം നമുക്കുണ്ടാകട്ടെ എന്ന് ക്രിസ്തുവിൽ ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. വളരെ പ്രാർത്ഥനയോടുകൂടെ ആയിരിക്കാം. ചില വചനങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 34-ാം അധ്യായം 12-ാം വാക്യം യാക്കോബിന്റെ മക്കളുടെ ചരിത്രമാണ് അവിടെ പറഞ്ഞു വരുന്നുവെങ്കിലും അതിന്റെ 12-ാം വാക്യത്തിലേക്ക് 11 മുതൽ അവസാനത്തെ വാക്യം മുതൽ നമ്മൾ വായിക്കുമ്പോൾ അവളുടെ അപ്പനോട് എന്ന് വെച്ചാൽ യാക്കോബിനോടും സഹോദരന്മാരോടും നിങ്ങൾക്ക് എന്നോട് കൃപ തോന്നിയാൽ നിങ്ങൾ പറയുന്നത് ഞാൻ തരാം. എന്നോട് സ്ത്രീധനവും ധനവും എന്തെങ്കിലും ചോദിപ്പീൻ, നിങ്ങൾ പറയും പോലെ ഞാൻ തരാം. ബാലയെ എനിക്ക് ഭാര്യയായിട്ട് തരണം എന്ന് പറഞ്ഞു. മനസ്സിലാകുന്നുണ്ടോ? യാക്കോബിനോടും സഹോദരങ്ങളോടും പറയുക, നിന്റെ മകളെ എനിക്ക് എന്തായി തരണം? ഭാര്യയായി തരണം. ഞാൻ എന്ത് തരാം? നിങ്ങൾ ചോദിക്കുന്ന പോലെ സ്ത്രീധനവും അതോടൊപ്പം തന്നെ സ്ത്രീധനവും ദാനവും ഞാൻ നിങ്ങൾക്ക് തരാം. മനസ്സിലായോ? ഒന്നാമത്തെ തെളിവ് അവിടെ കിടക്കുകയാണ്. രണ്ടാമത് മോശയുടെ ഒരു പ്രമാണമാണ്. പുറപ്പാട് പുസ്തകം 22-ാം അധ്യായം 16-17 വാക്യങ്ങൾ വായിക്കുമ്പോൾ വിവാഹത്തിന് നിയമിക്കപ്പെടാത്ത ഒരു കന്യകയെ ഒരുത്തൻ വശീകരിച്ച് അവളോടുകൂടെ ശയിച്ചാൽ അവൻ സ്ത്രീധനം കൊടുത്ത് അവളെ വിവാഹം കഴിക്കണം. കണ്ടോ? ഒരുത്തിയെ സ്നേഹിച്ച് വശീകരിച്ച്, ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞ പ്രേമിച്ചിട്ട് അവന്റെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് കളഞ്ഞിട്ട് പോകുമ്പോൾ ഇവിടെ മോശയുടെ പ്രമാണം അനുസരിച്ച് അവളെ എന്ത് ചെയ്യണം? അവൾക്ക് കുടുംബത്തിൽ സ്ത്രീധനം കൊടുത്ത് അവളെ എന്ത് ചെയ്യണം? വിവാഹം കഴിക്കണം. അവിടെയും പറയുന്നു പുരുഷന്റെ വീട്ടിലാണ് സ്ത്രീധനം കൊടുത്ത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം. ഇനി 1 ശമൂവേലിന്റെ പുസ്തകം 18-ാം അധ്യായം 25-ാം വാക്യം. നമ്മൾ ദാവീദിനെ കുറിച്ച് എല്ലാ ഞായറാഴ്ചകളും സങ്കീർത്തനങ്ങൾ വായിക്കാറുണ്ട്. പക്ഷെ ഈ ഭാഗം ആരും പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല. ശൗലിനെ കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ പലരും നമ്മൾ ഇതിൻ്റെ മെസ്സേജ് ഒന്നും കേൾക്കാറില്ല. എന്നാൽ മീഖളിനെ ദാവീദ് നേടിയത് എങ്ങനെ? അവിടെ വായിക്കുന്നത് 1 ശമൂവേലിന്റെ പുസ്തകം 18-ാം അധ്യായം 25-ാം വാക്യം. ഞാൻ ചില വാക്കുകൾ മാത്രമേ പറയുന്നുള്ളൂ. ബാക്കി നിങ്ങൾ ഈ വചനങ്ങളൊന്ന് വായിച്ചാൽ മാത്രമേ അതിനെ ഗഹനമായി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ.
അതിന് ശൗൽ രാജാവിന്റെ ശത്രുക്കൾക്ക് പ്രതികാരം ആകുവാൻ തക്കവണ്ണം ഫെലിസ്ത്യരുടെ 100 അഗ്രചർമ്മമല്ലാതെ രാജാവ് യാതൊരു സ്ത്രീധനവും ആഗ്രഹിക്കുന്നില്ല. എന്ന് വെച്ചാൽ മീകളിനെ ആർക്കെങ്കിലും വിവാഹം കഴിക്കണമെങ്കിൽ ഫെലിസ്ത്യരുടെ 100 അഗ്രചർമ്മം രാജാവിന് കൊണ്ടു കൊടുക്കണം. എങ്കിൽ ഞാൻ എൻ്റെ മകളായ മീഖളിനെ ആർക്ക് വേണമെങ്കിലും കെട്ടിച്ചു തരും. അടുത്ത വാക്യം, എന്നിങ്ങനെ നിങ്ങൾ ദാവീദിനോട് പറയണമെന്ന് കൽപ്പിച്ചു. അടുത്ത, ഫെലിസ്ത്യരുടെ കയ്യാൽ ദാവീദിനെ വീഴുമാറാക്കണമെന്ന് ശൗൽ കരുതിയിരുന്നു. ഇനി അടുത്ത വാക്യം, ഭൃത്യന്മാർ ദാവീദിനോട് ഈ വാക്ക് അറിയിച്ചപ്പോൾ രാജാവിന്റെ മരുമകനാകുവാൻ ദാവീദിന് സന്തോഷമായി. അവധി കഴിയുന്നതിന് മുമ്പേ ദാവീദും അവന്റെ ആളുകളും പുറപ്പെട്ടു ചെന്ന് ഫെലിസ്ത്യരിൽ 200 പേരെ കൊന്നു അഗ്രചർമ്മം കൊണ്ടുവന്ന് താൻ രാജാവിന്റെ മകനാകേണ്ടതിന് രാജാവിന് എണ്ണം കൊടുത്തു. ശൗൽ തന്റെ മകളായ മീഖളിനെ അവന് ഭാര്യയായി കൊടുത്തു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കേട്ടോ, ഇവിടെയും മീഖളിന്റെ വീട്ടിൽ ശൗൽ പറഞ്ഞു, എനിക്ക് പണമല്ല വേണ്ടത്, എനിക്ക് വേണ്ടത് ഫെലിസ്ത്യരുടെ അഗ്രചർമ്മമാണ്. 100 ചോദിച്ചു, 200 അഗ്രചർമ്മം ദാവീദ് കൊണ്ട് കൊടുത്തപ്പോൾ മീഖളിനെ ദാവീദിന്റെ ഭാര്യയായി കൊടുത്തു. കേട്ടോ, ഇനി തെളിവ് വേണമെങ്കിൽ 1 രാജാക്കന്മാരുടെ പുസ്തകം 9-ാം അധ്യായം 16-ാം വാക്യം വായിച്ചാൽ മതി. അവിടെ ശലോമോനും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നതായി കാണാൻ സാധിക്കും. അപ്പോൾ ഈ പഴയ നിയമത്തിലൊക്കെയും പുരുഷൻ സ്ത്രീയുടെ വീട്ടിൽ ധനം കൊടുത്താണ് സ്ത്രീയെ നേടിയെടുക്കേണ്ടത് എന്ന് പഴയ നിയമത്തിൽ നമുക്കൊരു നിയമം കിടക്കുകയാണ്. ഇനി പുതിയ നിയമത്തിലുണ്ടോ പാസ്റ്റേ എന്ന് നിങ്ങൾക്ക് ചോദിക്കാം. നമ്മളെല്ലാവരും പഴയ നിയമം നോക്കിയിട്ട് നമുക്ക് അനുകൂലമല്ലെങ്കിൽ പുതിയ നിയമത്തിൽ നോക്കും, പുതിയ നിയമം അനുകൂലമല്ലെങ്കിൽ പഴയ നിയമത്തിൽ നോക്കും. ചിലർ പറയും പഴയ നിയമം ഒന്നും വേണ്ട, പുതിയ നിയമം മതിയെന്ന്. എന്നാൽ യേശു പറഞ്ഞു ഈ രണ്ടും നമുക്ക് ആവശ്യമാണ്. 2 കാര്യങ്ങൾ 2 ദൈവത്തിന്റെ ആത്മാവിനാണ് എഴുതപ്പെട്ടതാണ്. അതുകൊണ്ട് നമുക്ക് പഴയതിലും പുതിയതിലും നോക്കാം. ചിലർ പഴയതിൽ മാത്രം ഇഷ്ടപ്പെടാത്ത പുതിയ നിമിത്തമുണ്ടോ എന്ന് നോക്കാം. യേശു ഒരു കല്യാണത്തിന് പോയി. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 3-ാം നാൾ കാനായിലെ ഒരു കല്യാണത്തിന് കർത്താവ് പോകുന്നതായി കാണാൻ സാധിക്കുന്നു. അവിടെ സ്ത്രീധനത്തെ കുറിച്ചൊന്നും യേശു പ്രതിപാദിക്കുന്നില്ല, അല്ലെങ്കിൽ ആ കല്യാണ വിരുന്നിനെ കുറിച്ചോ അല്ലെങ്കിൽ വേറൊന്നും അവിടെ പ്രതിപാദിക്കുന്നില്ല. സ്ത്രീധനത്തെ കുറിച്ച് യാതൊന്നും പറയുന്നില്ല. എന്നാൽ അവിടെ ഒരു ഉപമ പറയുന്നു. ഒരു സ്ത്രീക്ക് 10 ദ്രഹ്മ ഉണ്ട് എന്ന് ഇരിക്കട്ടെ, അതിലൊന്ന് നഷ്ടപ്പെട്ടു പോയാൽ കണ്ടു കിട്ടുന്നവരെ അവള് വിളക്ക് കത്തിച്ച് അടിച്ചു വാരി വൃത്തിയാക്കി കണ്ടു കിട്ടിക്കഴിഞ്ഞാൽ ചുറ്റിലുള്ളവരെയൊക്കെ വിളിച്ച് സന്തോഷിക്കുന്ന ഒരു ചെറിയ ഉപമ യേശു പറഞ്ഞതായി നിങ്ങൾ വായിച്ചിട്ടുണ്ടല്ലോ. അതിന്റെ അർത്ഥം, ഞാൻ യഹൂദ പാരമ്പര്യ പുസ്തകത്തിൽ എന്നെ ചിന്തിപ്പിച്ച ഒരു ഭാഗമാണ്. ആ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് ശരിയാണെങ്കിൽ ഇങ്ങനെയാണ്: യഹൂദന്മാരുടെ വിവാഹ സമയത്തിന് മുമ്പ് ഈ പയ്യൻ വിവാഹം കഴിക്കാൻ പോകുന്ന പുരുഷൻ പെൺകുട്ടിയെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അവന്റെ സ്വത്ത് മുഴുവനും അവളുടെ കയ്യിൽ കൊണ്ടുകൊടുത്ത് വിവാഹ സമയത്ത് അവന് ഇഷ്ടമുള്ളപ്പോൾ വന്ന് അവന്റെ ദ്രവ്യം കൊടുത്ത് ദ്രവ്യം ചോദിക്കും. എല്ലാം സൂക്ഷിക്കുന്ന പെൺകുട്ടിയാണെങ്കിൽ അവളെ അവൻ കൊടുത്ത ദ്രവ്യത്തോടുകൂടെ അവന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു. അത് യഹൂദ സിസ്റ്റമാണ്. അങ്ങനെയാണെങ്കിൽ പുതിയ നിയമത്തിലും അങ്ങനെ തന്നെയാണ്. പുരുഷൻ സ്ത്രീയുടെ വീട്ടിൽ കൊണ്ടുപോയി ധനം കൊടുത്താണ് പെൺകുട്ടിയെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നത്. ഓക്കെ, അടുത്തത്. ഇനി എല്ലാറ്റിലും നിങ്ങൾ ഇതിലൊന്നിലും വിശ്വസിക്കാത്തവരാണെങ്കിൽ ഇനി അവസാനം ഒന്ന് പറയട്ടെ. 1 പത്രോസിന്റെ ലേഖനം 1-ാം അധ്യായം അതിന്റെ 18-19 വാക്യം, വ്യർത്ഥവും പാരമ്പര്യവുമായ നിങ്ങളുടെ നടപ്പിൽ നിന്നും നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന്, വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാട്ടിന്റെ വിലയേറിയ രക്തം കൊണ്ട് അത്രേ എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. ഈ പീറ്റർ ഈ വചനം എങ്ങനെ പറഞ്ഞിരിക്കുന്നത്? ആത്മമണവാളനായ ക്രിസ്തു മണവാട്ടിയായ എന്നെ വീണ്ടെടുത്തിരിക്കുന്നത് എന്ന് വെച്ചാൽ സ്ത്രീധനം തന്നിരിക്കുന്നത് യേശു ക്രിസ്തുവിന്റെ അവസാന തുള്ളി രക്തം വരെ തന്നാണ് എന്നെ മണവാട്ടിയാക്കിയത്. പ്രൈസ് ദി ലോർഡ്. ഞാൻ 1 രൂപ പോലും
എൻ്റെ മണവാള ചെറുക്കൻ്റെ വീട്ടിൽ ഞാൻ കൊടുത്തിട്ടില്ല. ഞാൻ ഒന്നും കൊടുത്തിട്ടില്ല. ആ മണവാളനായ ക്രിസ്തു എന്നെ ഏറ്റെടുത്തത് തൻ്റെ രക്തം തന്നാണ്. ഇവിടെയും പുരുഷൻ സ്ത്രീക്ക് ധനം കൊടുത്താണ് ക്രിസ്തു തൻ്റെ മണവാട്ടിയാക്കി തീർത്തത്. പ്രൈസ് ദി ലോർഡ്. ഇതിനപ്പുറം ഇനി നിങ്ങൾക്ക് തിരുവചനത്തിൽ നിന്നും വേദഭാഗം വേണമെന്ന് എനിക്ക് തെളിയിക്കേണ്ട ആവശ്യമില്ല. കാരണം ക്രിസ്തുവിനെ മാത്രം നമ്മളൊന്ന് ചിന്തിച്ചാൽ മതി. അതൊരു ആത്മീയമായ അർത്ഥമായി നിങ്ങളത് കാണുക. ഓക്കെ, ഇത്രയും കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞു. അപ്പോൾ ഈ തിരുവചനത്തിനകത്ത് ഇത്രയും കാര്യങ്ങളിൽ ഒരിടത്തും സ്ത്രീ പുരുഷന് പൈസ കൊടുത്തതായോ ധനം കൊടുത്തതായിട്ടോ സമ്മാനം കൊടുത്തിട്ടൊന്നും കാണുന്നില്ല. എല്ലായിടത്തും അങ്ങനെ തന്നെ. എലിയാസർ റാഹേലിനെയൊക്കെ കാണാൻ പോകുന്ന സമയത്തും അങ്ങനെ തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. അവിടെ എല്ലാം നിങ്ങൾ വായിച്ചു നോക്കണം. ബോവസ് രൂത്തുമായിട്ടുള്ള ബന്ധം നോക്കണം. അവിടെയും അങ്ങനെ തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. ഇവിടെ വേദപുസ്തകം മുഴുവനും പഠിക്കുന്നത് സ്ത്രീക്ക് വീട്ടിൽ ധനം കൊടുത്ത് സ്ത്രീയെ പുരുഷന്റെ വീട്ടിൽ സ്വന്തമാക്കുക എന്നതാണ് സ്ത്രീധനം കൊണ്ട് വേദപുസ്തകം നമ്മളെ ഉദ്ധരിച്ചിരിക്കുന്നു. ഒരുപക്ഷെ ജീവിതത്തിൽ വചനം അറിയാതെ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ കർത്താവിനോട് ക്ഷമ ചോദിച്ചോളാം. കർത്താവിനോട് ഇരുന്ന് കരയണം. കാരണം നമുക്ക് ഏറ്റവും വലുതെന്ന് പറയുന്നത് നമ്മുടെ കർത്താവിൻ്റെ വരവിങ്കൽ നമുക്ക് നിത്യതയിലേക്ക് പോകണം. അറിയായ്മയുടെ സമയങ്ങളിൽ നമ്മൾ ഒത്തിരി ബലഹീനതകൾ സംഭവിച്ചിട്ടുണ്ട്. ആരും വിശുദ്ധന്മാരൊന്നുമല്ല, ആരും സ്വർഗത്തിലിരുന്ന മനുഷ്യരല്ല. നമ്മളൊക്കെ കുറവുള്ളവരാ. ഈ ദുഷ്ടഭൂമിയിലാണ് നമ്മൾ ജീവിക്കുന്നത്. ലോകത്തിന്റെ കാലഗതികളിലും പാരമ്പര്യങ്ങളിലും പലപ്പോഴും ആത്മീയരായിരിക്കും നമ്മൾ പലരുടെ വാക്ക് കേട്ട് കുരുങ്ങിപ്പോയിട്ടുണ്ടാവും. എന്നാൽ തിരുവചനം ഒന്ന് നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ അബദ്ധം സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഏറ്റുപറയാനും കരയാനും ഈ സമയം എടുക്കാം. ഇല്ല, ഇനി അതിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന യൗവന തലമുറകൾ അതിലോട്ട് നോ പറഞ്ഞ് നമുക്കിന്ന് അവിടെ നിന്ന് ഒന്ന് മാറി നിന്നാൽ ഏറ്റവും അനുഗ്രഹമായിരിക്കും. ഇനി 1961 ഇന്ത്യൻ ഭരണഘടനാ നിയമം അനുസരിച്ച് സ്ത്രീധനത്തെ വിലക്കുവാനിടയായി. സ്ത്രീയിൽ നിന്നും 1 രൂപ പോലും, സ്ത്രീയുടെ ഭവനത്തിൽ നിന്ന് 1 രൂപ പോലും സ്ത്രീയെ വിവാഹം കഴിക്കുന്നതിൽ പ്രതിഫലം വാങ്ങാൻ പാടില്ല എന്ന് 61 നിയമം പ്രഖ്യാപിച്ചു. അങ്ങനെയാണെങ്കിൽ ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് ഒരു കാരണവശാലും സ്ത്രീയുടെ കുടുംബത്തിൽ നിന്നും 1 രൂപ വാങ്ങാൻ അനുവാദമില്ല. വിശുദ്ധ വേദപുസ്തകം പറയുന്നു, എല്ലാ മാനുഷ്യ നിയമങ്ങൾക്കും ക്രിസ്തു നിമിത്തം കീഴ്പ്പെട്ടിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഒരു നിയമങ്ങളും ദൈവത്തിൽ നിന്നല്ലാതെ വന്നിട്ടില്ല എന്ന് വിശുദ്ധ വേദപുസ്തകം പഠിപ്പിക്കുന്നു. അല്ലെങ്കിൽ ഇന്ത്യൻ ഭരണഘടന പറഞ്ഞിരിക്കുന്ന ഈ നിയമം ലംഘിക്കുമ്പോൾ റോമലേഖനം 1-ാം അധ്യായം അതിന്റെ 27-ാം അധ്യായം വായിച്ച് ഇങ്ങനെ വരുമ്പോൾ അവിടെ കാണിക്കുന്നു, നിയമ ലംഘിതർ, വാത്സല്യമില്ലാത്തവർ, അമ്മയപ്പന്മാരെ അംഗീകരിക്കാത്തവർ, നിയമലംഘിതർ. അവിടെ നിയമലംഘിതർ എന്ത് ചെയ്യുമെന്നാ പറയുന്നത്? അവർ മരണയോഗ്യർ എന്ന് വെച്ചാൽ മരണത്തിനല്ലാത്ത പാപമുണ്ട്, മരണത്തിനു വേണ്ടി നിയോഗിക്കപ്പെട്ട പാപമുണ്ട്. എന്ന് വെച്ചാൽ ഈ പാപം നിയമലംഘിതമായി ചെയ്യുന്ന, നമ്മൾ നിയമത്തിന് വിരോധമായി ചെയ്യുന്ന എല്ലാ പാപങ്ങളും മരണയോഗ്യമായ പാപം തന്നെയാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ വിഷയം നിങ്ങൾ മനസ്സിലാക്കണം. വിശുദ്ധ വേദപുസ്തക പ്രകാരം സ്ത്രീയിൽ നിന്നും സ്ത്രീയുടെ കുടുംബത്തിൽ നിന്നും പ്രതിഫലമോ സമ്മാനമോ നമുക്ക് മേടിക്കാൻ തിരുവചന പ്രകാരം അനുവാദമില്ല. ഇനി അങ്ങനെ ചെയ്താൽ തിരുവചന പ്രകാരം ഒരു ന്യായപീഠത്തിന്റെ മുമ്പിൽ, ന്യായവിധിയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ന്യായവിധി ഏറ്റേ മതിയാകുള്ളൂ. 61 ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് സ്ത്രീധനം നിരോധിക്കപ്പെട്ടതാണ്. നിരോധിക്കപ്പെട്ട സ്ത്രീധനത്തെ നമ്മൾ ഇന്നും കണ്ടിന്യൂ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നെങ്കിൽ, ആത്മീയരായി നമ്മൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നെങ്കിൽ, വിശുദ്ധ വേദപുസ്തകം റോമ ലേഖനം 1-ാം അധ്യായ പ്രകാരം നമ്മൾ നിയമലംഘിതരാണ്. നിയമലംഘിതർ ദൈവരാജ്യം അവകാശമാക്കില്ല എന്ന് വിശുദ്ധ വേദപുസ്തകം ഉറപ്പോടുകൂടെ ബലത്തോടുകൂടെ ദൈവം നമ്മെ പഠിപ്പിക്കുക.
ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ? സ്ത്രീധനം വാങ്ങിച്ചിട്ടുള്ളവർ, സ്ത്രീയിൽ നിന്ന് സ്ത്രീധനം വാങ്ങിച്ചിട്ടുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് ദൈവവചനപ്രകാരം തെറ്റാണ്. മാനുഷിക അല്ലെങ്കിൽ ഈ ഇന്ത്യൻ ഭരണഘടനയുടെ നിയമപ്രകാരം നമ്മൾ തെറ്റാണ് ചെയ്തിരിക്കുന്നത്. ഈ തെറ്റ് ചെയ്യുന്നവൻ ശിക്ഷിക്കപ്പെടേണ്ടിയിരിക്കുന്നു. ശിക്ഷ വരാതിരിക്കാൻ നമുക്ക് ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് കർത്താവിനോട് ഏറ്റു പറയാം, നമുക്ക് ഉപേക്ഷിക്കാം. ഇനി ആ തെറ്റിലേക്ക് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ പറഞ്ഞു വിടരുത്, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ അതിലേക്ക് പ്രേരിപ്പിക്കരുത് എന്നും കൂടെ താഴ്മയായി വിനയത്തോടുകൂടെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഓക്കെ, ഈ വിഷയം നിങ്ങൾ കുറച്ച് മനസ്സിലായോ എന്ന് വിശ്വസിക്കുന്നു. ഇനി 2, യൗവനക്കാരോട് എനിക്ക് താഴ്മയായി അപേക്ഷിക്കേണ്ടത്, സ്ത്രീ ആണ് ധനം എന്ന് നിങ്ങളോട് തിരുവചനം പഠിപ്പിക്കുക. സ്ത്രീയെ അല്ലെങ്കിൽ ഭാര്യയെ കിട്ടുന്നവന് നന്മയെ കിട്ടും. എൻ്റെ പ്രിയമുള്ളവരെ, നമ്മൾ ആരെ കാണിക്കാൻ വേണ്ടിയാ ഈ സ്ത്രീധനത്തിന്റെ പുറകെ പോകുന്നത്? ഓരോ ചെറുപ്പക്കാരുടെ ഭാഷ്യം കേട്ട് കഴിഞ്ഞാൽ ഭാര്യ വീട്ടിൽ അല്ലെങ്കിൽ വിവാഹം കഴിക്കുന്ന വീട്ടിൽ നിന്ന് ലക്ഷങ്ങൾ വാങ്ങിച്ചിട്ടാണ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ചിലർ കോടിക്കണക്കിന് ലക്ഷങ്ങളുടെ കടമുണ്ട്, കടം തീർക്കാൻ വേണ്ടിയാണ് വിവാഹം കഴിക്കുന്നത്. പെങ്ങളുടെ കല്യാണം നടത്താൻ വേണ്ടിയാണ് വിവാഹം കഴിക്കുന്നത്. വസ്തു വാങ്ങാൻ വേണ്ടിയാണ് വിവാഹം കഴിക്കുന്നത്. ബിസിനസ്സുകൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ കല്യാണം കഴിക്കുന്നത്. ഇങ്ങനെയുള്ള ഒരു യൂത്ത് നമ്മുടെ ആത്മീയ ലോകത്തുണ്ട്. എൻ്റെ പ്രിയ ചെറുപ്പക്കാരോട് ഒരു ചെറിയ ദൈവദാസൻ എന്നുള്ള നിലയിൽ ഞാൻ നിങ്ങളോട് ബുദ്ധി പറയുന്നു. നിങ്ങൾ ചെയ്യുന്നത് ഭോഷത്വമാണ്, ദൈവവചനത്തിന് വിരുദ്ധമാണ്. നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ നിയമമനുസരിച്ച് നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണ്. ആ തെറ്റ് ചെയ്യുന്നവൻ നിത്യതയിൽ പ്രവേശിക്കയില്ലെന്ന് റോമാലേഖനം ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിച്ചു. പ്രൈസ് ദി ലോർഡ്. ജീവിതത്തിന്റെ കഷ്ടതകളും വേദനകളൊക്കെ നമുക്കുണ്ട്. ജീവിതത്തിൽ ചില സഹോദരന്മാർക്ക് മുന്നേറാൻ പറ്റാത്ത ഒത്തിരി സാഹചര്യങ്ങളുണ്ട്. അതിൽ കലങ്ങിപ്പോകേണ്ട ആവശ്യമില്ല. നിങ്ങൾ പ്രാർത്ഥിക്കണം. നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് കിട്ടേണ്ട തുണ, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് വിശുദ്ധിയിലും വേർപാടിലും ദൈവവചനപ്രകാരം ജീവിക്കുന്ന പ്രാർത്ഥിക്കുന്ന ഒരു പെൺകുട്ടി നിങ്ങളുടെ വീട്ടിൽ വന്നാൽ, ഞാൻ പറയുന്നു, നിങ്ങൾ ഭൂതത്തെയല്ല കൊണ്ടുവരുന്നത്, നിങ്ങളൊരു മാലാഖ കൊച്ചിനെയാണ് നിങ്ങൾ വീട്ടിൽ കൊണ്ടുവരുന്നത്. പ്രൈസ് ദി ലോർഡ്. ആ കൊച്ച് വീട്ടിനകത്ത് വന്ന് കയറുമ്പോൾ തന്നെ അന്ന് മുതൽ അനുഗ്രഹമായിരിക്കും. നിങ്ങൾക്ക് കീഴടങ്ങുന്ന അത് അങ്ങനെ വരണമെങ്കിൽ ദൈവത്തിന്റെ വചനം ആ പെൺകുട്ടിയുടെ ഉള്ളിലുണ്ടാകണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കീഴ്പ്പെടുകയുള്ളൂ, നിങ്ങൾ പറയുന്നത് അനുസരിക്കുകയുള്ളൂ, നിങ്ങളെ സ്നേഹിക്കാൻ കഴിയുള്ളൂ. കാരണം എന്താണ്? അവളുടെ ഉള്ളിൽ ദൈവവചനവും ദൈവവും വസിക്കുകയാണ്, പരിശുദ്ധാത്മ വസിക്കുകയാണ്. അവൾക്കൊരിക്കലും ഒരു തെറ്റിലേക്ക് പോകാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു കുഞ്ഞിനെ നിങ്ങളുടെ തുണയായി നിങ്ങൾ കൊണ്ടുവരുവാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം. അല്ലാണ്ട് സ്ത്രീധനത്തിന്റെ പേരിൽ നിങ്ങൾ ഓടരുത്, സൗന്ദര്യത്തിന്റെ പുറകിൽ ഓടരുത്. അത് നിങ്ങളുടെ ഭോഷത്വമാണ്. ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും കാരണമായി തീരും. നിങ്ങളുടെ ലൈഫിൽ ഒരിക്കൽ പോലും ഈ പണം കണ്ടോ, വസ്തു കണ്ടോ, എസ്റ്റേറ്റ് കണ്ടോ, വലിയ കോടീശ്വരൻ എന്ന് പറഞ്ഞോ ചെന്ന് വീണു കൊടുക്കരുത്. ഭൂതങ്ങളുടെ ഇടയിൽ ചെന്ന് നിങ്ങൾ കൂടെ വീണു കൊടുക്കരുത്. ആ കുടുംബം കുട്ടിച്ചോറായി തീരും. എത്ര അനുഭവങ്ങൾ ഈ ആത്മീയ ലോകത്ത് നിറഞ്ഞിരിക്കുക. ശരിക്കും പറഞ്ഞാൽ ബൈബിളിൽ ആദാം എന്തെന്ന് പോലും, യേശു എന്തിനാണ് ഈ ഭൂമിയിൽ വന്നതെന്ന് പോലും അറിയാത്ത ഒത്തിരി പെൺകുട്ടികളുണ്ട്. അവർ പണത്തിൻ്റെയും സാമർഥ്യത്തിൻ്റെയും അഹങ്കാരം മൂത്ത് അവർ ജീവിക്കുന്നവരാണ്. നിങ്ങൾ ഈ പണത്തിന് വേണ്ടി ഓടി നടക്കുമ്പോൾ ആ വലയിൽ ചെന്ന് വീഴും, നിങ്ങളുടെ ലൈഫ് തൊലയും. നിങ്ങൾ പണം ഉണ്ടായിരുന്നിട്ട് ഒരു കാര്യമില്ല. സ്വസ്ഥതയ്ക്ക് വേണ്ടിയല്ലേ ഒരു കുടുംബജീവിതം, സന്തോഷത്തിന് വേണ്ടിയല്ലേ ഒരു കുടുംബജീവിതം. നിങ്ങൾ കുടുംബജീവിതം ആഗ്രഹിക്കുന്നുവെങ്കിൽ സ്ത്രീധനം എന്ന് പറയുന്ന ആ ഹൃദയത്തിനകത്ത് കിടക്കുന്ന ആ പൈശാചികമായ ആ ശക്തിയെ
ഉപവസിച്ച് പ്രാർത്ഥിച്ച് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് മാറ്റുവാൻ ദൈവനാമത്തിൽ ഓർമ്മിപ്പിക്കുന്നു. ഇനി വിവാഹം കഴിച്ച ചെറുപ്പക്കാരോട് ഞാൻ പറയട്ടെ, ഇന്നും നിങ്ങൾ സ്ത്രീധനത്തിന്റെ പേരിൽ നിങ്ങളുടെ ഭാര്യയെ മാനസികമായി പീഡിപ്പിക്കുന്നെങ്കിൽ വിശുദ്ധ പ്രവചനത്തിൽ ഇങ്ങനെ പറയുന്നു: സ്ത്രീയുടെ കണ്ണുനീര് ഭൂമിയിൽ വീണാൽ അതിന് നിങ്ങൾ പോകുന്നിടമെല്ലാം നിങ്ങൾ ശിക്ഷ അനുഭവിക്കേണ്ടി വരും, വേദന അനുഭവിക്കേണ്ടി വരും. നിങ്ങളുടെ വിവാഹം ദൈവമാണ് നിങ്ങളെ തമ്മിൽ യോജിപ്പിച്ചത്. ഇനി ചിലപ്പോൾ നിങ്ങളോട് പറഞ്ഞ ആ തുക നിങ്ങൾക്ക് തരാൻ പറ്റിയെന്ന് അവർക്ക് തരാൻ കഴിഞ്ഞെന്ന് വരില്ല, ചിലപ്പോൾ കഴിയുന്നില്ലായിരിക്കാം. പക്ഷെ അതിൻ്റെ പേര് പറഞ്ഞ് അവളെ ഉപദ്രവിക്കരുത് കേട്ടോ, അവളെ വേദനിപ്പിക്കരുത്. ഏതൊക്കെ ചെറുപ്പക്കാരോട് ദൈവാത്മാവിൽ പറയുക, വർഷങ്ങൾ പലത് കഴിഞ്ഞിട്ടും ഇന്നും കുത്തി 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 നോവിക്കുന്ന മക്കൾ 3ഉം 4ഉമായി, ആ കുഞ്ഞുങ്ങളൊക്കെ വളർന്നു, എന്നിട്ടും ഈ പണ്ടത്തെ വർഷങ്ങൾക്ക് മുമ്പുള്ള സ്ത്രീധനം കൈ നിറച്ച് വാങ്ങിച്ചിട്ട് ഇനിയും തികയാത്ത ആത്മീയരാകുന്ന ചെറുപ്പക്കാരോട് പറയുന്നു, പറയരുത്. അവരുടെ കണ്ണുനീര് നിങ്ങളുടെ വീട്ടിനകത്ത് വീണാൽ അത് നിങ്ങൾക്ക് ശാപമായിരിക്കും, നിങ്ങളുടെ പോകുന്നിടത്തെല്ലാം പരാജയമായിരിക്കും. ആകയാൽ സ്ത്രീധനം എന്ന് പറയുന്ന മഹാശാപം നിങ്ങളുടെ ഹൃദയത്തിൽ നിന്നും പറിച്ചു മാറ്റി സ്നേഹം കൊണ്ട് നിങ്ങളുടെ കുടുംബജീവിതം നയിക്കുവാൻ പരിശുദ്ധ അവിടെ വരുത്തുമാറാകട്ടെ. അതുകൊണ്ട് ചെറുപ്പക്കാരോട് പറയുന്നു, നിങ്ങളൊരു പുരുഷത്വം ഈ വിഷയത്തിൽ കാണിക്കണം, പുരുഷത്വം ഉള്ളവരായി തീരണം. നിങ്ങൾ ഒരിക്കലും സ്ത്രീധനത്തിന്റെ പേരിൽ, പണത്തിന് വേണ്ടി, ഒരു കാറ് കിട്ടാൻ വേണ്ടി, നാട്ടുകാരുടെ മുമ്പിൽ ഞാൻ എന്നെ ദൈവം മാനിച്ചെന്ന് പറയാൻ വേണ്ടി നിങ്ങൾ സ്ത്രീധനം തേടി ഓടരുത്, സൗന്ദര്യം തേടി ഓടരുത്. പ്രാർത്ഥിക്കുന്ന, വിശുദ്ധിയുള്ള, കന്യകത്വം കാത്തു സൂക്ഷിക്കുന്ന ദൈവത്തോട് ചോദിക്കണം. നിങ്ങളുടെ വീട്ടിൽ ആ കുഞ്ഞുങ്ങളെ എത്തിക്കുവാൻ ദൈവാത്മാവ് ആഗ്രഹിക്കുന്നു. നിങ്ങൾ ഇതുവരെയും വിവാഹം കഴിക്കാതെ സ്ത്രീധനത്തിന്റെ പുറകിൽ ഓടി 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 ഓടി, സൗന്ദര്യത്തിന്റെ പുറകെ ഓടി ഓടി, വിദ്യാഭ്യാസത്തിന്റെ പുറകെ ഓടി ഓടി നടന്ന് 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 കാലുകൾ ഇടറിയിരിക്കുന്ന ചെറുപ്പക്കാരാ, നിനക്കൊരു കല്യാണം വേണോ? നീ ഇപ്പോഴും തീരുമാനം എടുക്കുക, കർത്താവേ എനിക്കൊന്നും വേണ്ട, രക്ഷിക്കപ്പെട്ട് സ്ഥാനപ്പെട്ട് പരിശുദ്ധ എന്ന വിശുദ്ധ ജീവിതം നയിക്കുന്ന പ്രാർത്ഥിക്കുന്ന ഒരു പെൺകുട്ടിയെ എനിക്ക് തുണയായി തരണമെന്ന് ഇന്ന് പ്രാർത്ഥിയില്. ഈ മാസം തീരുന്നതിന് മുമ്പ് ദൈവം അങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടിടും. അതൊരു സ്വസ്ഥമായ ജീവിതമെന്നേ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ചെറുപ്പക്കാർ വളരെ ശ്രദ്ധിക്കണം. സ്ത്രീധനം വാങ്ങരുത്, 1 രൂപ പോലും നിങ്ങൾ വാങ്ങരുത്. നിങ്ങൾക്ക് അങ്ങോട്ട് കൊടുത്ത് നിങ്ങൾ വിവാഹം കഴിക്കുന്നത് വേദപുസ്തകത്തിന്റെ മര്യാദയാണ്. ഇന്നും അനേക മാതാപിതാക്കൾ അങ്ങനെ ചെയ്യുന്നവരുണ്ട്. അവരെയൊക്കെ ഓർത്ത് കർത്താവിനെ സന്തോഷിക്കുകയാണ്. സ്തോത്രം. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ അറിഞ്ഞ ദൈവവചനത്തിന്റെ സത്യത്തിൽ നിൽക്കുന്നതിൽ ഞാൻ അഭിമാനിക്കുന്നു. ഞങ്ങളെല്ലാവരും അഭിമാനിക്കുന്നു. ദൈവം നിങ്ങൾ ഒത്തിരി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഇനി അപ്പനോടും അമ്മയോടും ചില വാക്കുകൾ. പ്രിയ മാതാവേ, പ്രിയ പിതാവേ, പ്രിയ അച്ചായ, പ്രിയ അമ്മാമേ, ഈ സന്ദേശം നിങ്ങളോടും കൂടെ നിങ്ങൾ കേൾക്കാം. നിങ്ങൾക്കൊരു ആൺകുഞ്ഞിനെ കിട്ടുന്നത് സന്തോഷമാണ്. സാധാരണ എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. ഹല്ലേലൂയ. ആ കുഞ്ഞിനെ പഠിപ്പിച്ചു, അവനെ മിടുക്കനാക്കി, ഒരു നല്ല ജോലി കിട്ടി. നിങ്ങൾ ദയവ് ചെയ്ത് പണത്തിന്റെ പുറകിൽ ഓടരുത്, സ്റ്റാൻഡേർഡിന്റെ പുറകെ ഓടരുത്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഓടിയിൽ ഞങ്ങളുടെ സ്റ്റാൻഡേർഡിൽ, ഞങ്ങളുടെ കൊച്ചിന്റെ സ്റ്റാൻഡേർഡിൽ ഒരു പെൺകുട്ടി വേണ്ടേ, ഇത്തിരി സാമ്പത്തികം വേണ്ടേ, ഇത്തിരി കഴിവുള്ളതൊക്കെ വേണ്ടേ? നിക്ക്, 1 മിനിറ്റ്. 1 ഗ്ലാസ് വെള്ളം മരിക്കാൻ കിടക്കുമ്പോൾ നിങ്ങളുടെ വീട്ടിലെ മകനും മരുമകളും വായ്ക്കകത്തൊഴിച്ച് തരണമെങ്കിൽ സ്ത്രീധനം എന്ന് പറയുന്ന ആ വിഷത്തെ ഇന്ന് പുറത്താക്കണം. നിങ്ങൾക്കറിയണമോ, കഴിഞ്ഞ ദിവസം ഒരു മോർച്ചറിയുടെ മുമ്പിൽ 3 ക്യാമറമാൻ മോർച്ചറിയിൽ നിന്നും എടുത്ത് ആംബുലൻസിലേക്ക് ഈ മാതാവിന്റെ ഡെഡ് ബോഡി ഒന്ന് കയറ്റണം. ഒരുത്തൻ കിടന്ന് ക്യാമറ എടുക്കുന്നു, ഒരുത്തൻ ഇരുന്നെടുക്കുന്നു, ഒരുത്തൻ നിന്നെടുക്കുന്നു. രസകരമായി തോന്നി. പിന്നീടാണ് മനസ്സിലായത് ഇത് ലൈവ് വിടുകയാണ്. കാരണം മകനും മരുമകളും അമേരിക്കയിലാണ്. ഒരു ഡെഡ് ബോഡി പോലും വന്ന് കാണാൻ, പെറ്റ അമ്മയുടെ ഡെഡ് ബോഡി വന്ന് കാണാൻ പോലും ഇവനൊക്കെ സമയമില്ല പോലും. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പൊന്നു മാതാവേ, പിതാവേ, പണം കൊണ്ട് ഒന്നും കിട്ടത്തില്ല. മരിക്കാൻ നേരത്ത് നല്ല സന്തോഷത്തോടെ നിങ്ങൾക്ക് മരിക്കണ്ടേ? അതിന് വേണ്ടത് പ്രാർത്ഥിക്കുന്ന ഒരു കൊച്ച് നിങ്ങളുടെ വീട്ടിൽ വരണം. പണമുള്ളവളല്ല വരേണ്ടത്,
സാമർഥ്യമുള്ളവളല്ല വരേണ്ടത്, മോന്റെ സ്റ്റാൻഡേർഡിലുള്ളതല്ല വരേണ്ടത്, സൗന്ദര്യമുള്ളതല്ല വരേണ്ടത്, കുടുംബ കുല ശ്രേഷ്ഠതയുള്ളതല്ല വരേണ്ടത്. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് വിശുദ്ധിയിലും വേർപാടിലും കന്യകത്വം കാത്തു സൂക്ഷിച്ച് പ്രാർത്ഥിക്കുന്നൊരു പെൺകുട്ടി നിങ്ങളുടെ വീട്ടിൽ വന്നാൽ, നിങ്ങളുടെ വീട്ടിൽ വരുന്നത് മാലാഖയായിരിക്കും. മനസ്സിലാകുന്നോ ചായ? അമ്മാമ്മ മനസ്സിലാകുന്നുണ്ടോ? ഈ ദ്രവ്യാഗ്രഹം കളയണം കേട്ടോ. അതൊക്കെ പുച്ഛത്തോടെ തല്ലണം. നമ്മളൊക്കെ ഇത്രയും ആത്മീയ സംസ്കാരത്തിലെത്തിയിട്ട് വലിയ വലിയ പ്രഭാഷകന്മാർ മൈക്ക് കെട്ടിവെച്ച് 2 മണിക്കൂർ ശബ്ദമുയർത്തി പ്രസംഗിച്ചു യേശുവിലേക്ക് പലരെ ആകർഷിക്കുമ്പോൾ, ആ വീട്ടിനകത്തും ഇതുപോലുള്ള പല ദൈവവചന വിരുദ്ധമായ കാര്യങ്ങൾ നടക്കുമ്പോൾ നിങ്ങളോട് എനിക്ക് പറയാൻ ഇത്രയേ ഉള്ളൂ. വല്ല ഓൾഡ് ഏജ് ഹോമിൽ, നമ്മൾ ഓമന പേരിട്ട് വിളിക്കുന്നത് ഓൾഡ് ഏജ് ഹോമിൽ നിന്നാണ്. ഈ ഓൾഡ് ഏജ് ഹോമിൽ പോയി എന്തിനാ കിടക്കുന്നത്? ഉള്ളതാ പറയുന്നത്. ഓൾഡ് ഏജ് ഹോമിൽ പോകാതിരിക്കാൻ വേണ്ടി ഞാൻ പറയുന്നു. മരിക്കാൻ നേരത്തെ അച്ചായ, അമ്മാമൻ, അങ്കിളെ, ആൻറ്റി ശ്രദ്ധിച്ച് കേൾക്കണം. ഒറ്റ മോനായിരിക്കാം, അവൻ അമേരിക്കയിലോ വല്ലയിടത്തും ചെന്ന് കിടന്ന് ക്യാമറയിൽ കാണുന്നതല്ല. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. മരണസമയത്തിന് മുമ്പ് 2 പാട്ട് പാടി സ്വന്തം മോനെ ഒന്ന് കണ്ട്, സ്വന്തം മരുമകളെ കണ്ട്, കൊച്ചുമക്കളെയൊക്കെ ഒന്ന് കണ്ട്, അവർ തരുന്ന ആഹാരം കഴിച്ച് എന്തൊരു സന്തോഷത്തോടെ നിത്യവിശ്രാമ സ്ഥലത്ത് പോകുന്നതല്ലേ നല്ലത്. പല അമ്മാമ്മമാർക്കും പറ്റിപ്പോയി കേട്ടോ. സ്ത്രീധനവും സ്റ്റാൻഡേർഡും സൗന്ദര്യം നോക്കി മോനെ പിടിച്ച് കെട്ടിച്ചു വിട്ടു. ഇന്ന് മോനെ കിട്ടാനില്ല. ഫോൺ വിളിച്ചാൽ മോൻ എടുക്കത്തില്ല, മരുമോളെ എടുക്കും. എന്തിനാ വിളിച്ചത് എന്ന് പറയുന്ന അനേക അമ്മമാർ ഇന്ന് ഞാൻ ഈ സന്ദേശം പറയുമ്പോൾ കരഞ്ഞുകൊണ്ടിരിക്കില്ലേ? അതിന് കാരണം എന്തെന്നറിയണ്ടേ? നിങ്ങൾക്ക് നിങ്ങൾ വിതച്ചതാണ് നിങ്ങൾ കൊയ്തത്. അതുകൊണ്ട് അമ്മാമ്മമാരോട്, അച്ചായമാരോട് ഞാൻ പറയുന്നു, ദൈവദാസന്മാരോട് പറയുന്നു, നമ്മുടെ മക്കളെ പ്രാർത്ഥിക്കുന്ന പെൺകുട്ടിയെ കണ്ടെത്തി വിവാഹം കഴിക്കണം. അവർ ജനിക്കുമ്പോൾ തന്നെ നമ്മൾ പ്രാർത്ഥിക്കാൻ തുടങ്ങും. കർത്താവേ, എൻ്റെ മകനെ, എൻ്റെ മകൾക്ക് ഒരു തക്ക തുണയെ എനിക്ക് തരണമെന്ന് പറഞ്ഞ് നിങ്ങൾ പ്രാർത്ഥിപ്പാൻ ഇന്നും അത് തുടങ്ങുക. അതുകൊണ്ട് അച്ചായന്മാരെ, അമ്മാവന്മാരോട് ഞാൻ പറയുന്നു, ദൈവദാസിമാരോട് പറയുന്നു, ഒരു കാരണവശാലും മക്കളെ സ്ത്രീധനത്തിന് വേണ്ടി പ്രേരിപ്പിക്കരുത്, പഠിപ്പിക്കരുത്. അതിനെ ശാസിക്കണം. ദൈവവചന പ്രകാരം ഉപദേശം കൊടുത്ത് ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യണമെന്ന് ദൈവനാമത്തിൽ ഒരു ദൈവദാസൻ എന്നുള്ള നിലയിൽ ഈ ഒരു അധികാരത്തിൽ നിന്ന്, ആത്മാവിന്റെ അധികാരത്തിൽ നിന്നുകൊണ്ട് ഈ സന്ദേശം നിങ്ങൾക്ക് നൽകുകയാണ്. 3, ദൈവദാസന്മാർ. നമ്മുടെ ദൈവസഭകളിൽ നിങ്ങൾ എത്ര വർഷമായി ശുശ്രൂഷിക്കുന്ന എനിക്കറിയത്തില്ല. എത്ര വർഷമായി ഒരു ദിവസമെങ്കിലും നമ്മളൊക്കെ സ്ത്രീധനത്തെക്കുറിച്ച് ആർക്ക് കൊടുക്കണം, എന്ത് കൊടുക്കണം, ഏത് കൊടുക്കണമെന്ന് നമ്മൾ ചർച്ചയിൽ പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടില്ലെന്നേ. നമ്മൾ പറയത്തില്ല. കാരണം എന്ന് പറയണ്ടേ, അവന് കിട്ടുന്ന ദശാംശത്തിന്റെ പങ്ക് നമ്മളും കൂടെ അല്ലേ പറ്റേണ്ടത് അല്ലേ? എത്ര രക്തക്കറ നമ്മുടെ ഈ വിഷയത്തിന്റെ നടുവിലുണ്ട്. നിങ്ങൾ നോക്കണം. നമ്മൾ പ്രാർത്ഥിക്കും, സ്വോത്രം. എന്തിനാ പ്രാർത്ഥിക്കുന്നത്? നല്ല പെൺകുട്ടിയെ കിട്ടാനല്ല, നല്ല സ്ത്രീധനമുള്ള, നല്ല സ്റ്റാൻഡേർഡുള്ള കുടുംബത്തിൽ എന്ന് പറഞ്ഞു അല്ലേ? പക്ഷേ കേട്ടുകൊള്ളണം കേട്ടോ. നിങ്ങൾ എപ്പോഴും തിരിച്ചറിയണം, ആ പെൺകുട്ടി കൊടുത്തിരിക്കുന്ന ക്യാഷ് അല്ലെങ്കിൽ പൈസ, ആ ധനം ഉണ്ടല്ലോ, ഒരുപക്ഷെ വീട് ലോണ് വെച്ച് ബ്ലേഡുകാരൻ്റെ കയ്യിൽ കൊടുത്തിട്ട ആ വസ്തു കൊടുത്തിട്ട പൈസ വാങ്ങിച്ച് ഈ പുരുഷന്റെ കൈ കൊടുത്തത്, ഈ വിശ്വാസിയുടെ കൈ കൊടുത്തു. അതിൻ്റെ ഒരംശം നിങ്ങളുടെ കൈ കിട്ടുമ്പോൾ, എൻ്റെ കൈ കിട്ടുമ്പോൾ എൻ്റെ കൈയും മലിനമാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് സ്ത്രീധനം വാങ്ങിച്ചു കൊണ്ടുവരുന്ന ഒരു പൈസ പോലും ദൈവദാസന്മാർ പറ്റരുത്. ഹല്ലേലൂയ. വലിയ അഭിഷക്തദാസന്മാർ ഈ സന്ദേശം കേൾക്കുമായിരിക്കാം. വലിയ സഭകളും വലിയ വിശുദ്ധന്മാരും വസ്ത്രത്തിൽ പോലും വിശുദ്ധി കാത്തു സൂക്ഷിക്കുന്ന ദൈവദാസന്മാരെ കാണുമായിരിക്കാം, ദൈവദാസിമാരെ കാണുമായിരിക്കാം. അവർ കല്യാണത്തിന് കിട്ടുന്ന സ്ത്രീധനത്തിന്റെ ദശാംശം കൊടുക്കാതെ കല്യാണം നടത്തി കൊടുക്കാത്ത സഭകളുണ്ട്. അങ്ങനെയുള്ള അച്ചായന്മാരോട്
താഴ്മയായി വിനയത്തോട് ഒരു കൊച്ചുപദേശി പറയുന്നു, ഒരു ഉച്ചുപദേശമാണ്. അല്ല, നിത്യത ഉണ്ടാവത്തില്ല കേട്ടോ. ഇവിടെ വസ്ത്രത്തിൽ പോയി നിങ്ങളെ വിശുദ്ധി കാണിച്ചാലും ഈ കാര്യത്തിൽ സ്ത്രീധനം വാങ്ങിച്ചതിന്റെ ദശാംശം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ദാവീദിനോട് പറഞ്ഞു, നിന്റെ മോനെ കൊണ്ട് ഞാൻ എന്ത് ചെയ്യും? ആലയം പണിയും. ദാവീദേ, നീ പണിയണ്ട, നിന്റെ കൈ രക്തപ്പടിയുണ്ട്. ഇതുപോലെ ദൈവദാസന്മാരെ കൈ തുറന്നൊന്ന് നോക്കണം, മനസ്സ് തുറന്നു നോക്കണം. എത്ര രക്തക്കറകൾ നമ്മുടെ കൈക്കകത്തുണ്ട്. ഇന്ന് ഏറ്റു പറയണം, ഇന്ന് ഉപേക്ഷിക്കണം. അങ്ങനെയുള്ള ഒരു രൂപ പോലും നിങ്ങളുടെ കയ്യിൽ വരരുത്. അത് നിങ്ങളുടെ തലമുറയ്ക്കും നമ്മുടെ മിനിസ്ട്രിക്കും നമ്മുടെ നിത്യതയ്ക്ക് തടസ്സമായിരിക്കുമെന്ന ആത്മാവിൽ ഇന്ന് പകൽക്കാലം ഈ ഒരു അരുളപ്പാട് തരികയാണ്. 3, ഹല്ലേലൂയ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മൾ ബ്രോക്കർ പണിക്ക് പോകരുത്. നമ്മളെ ഏൽപ്പിക്കുന്ന ഒരൊറ്റ കാര്യമുള്ളൂ, നമ്മൾ ഒരു കാരണവശാലും നമ്മൾ ബ്രോക്കർ പണിക്ക് പോകരുത്. പ്രൈസ് ദി ലോർഡ്. നമുക്ക് പ്രാർത്ഥിക്കാം, ദൈവദാസൻ എന്നുള്ള നിലയിൽ പ്രാർത്ഥിക്കാം. സ്തോത്രം. ഇന്ന് വിവാഹങ്ങളെല്ലാം ഒപ്പിച്ചു കൊടുക്കുന്നത് ദൈവദാസന്മാർ. കാരണം കമ്മീഷനുണ്ട്, 2 സ്ഥലത്തും കമ്മീഷനുണ്ട്, പിന്നെ ദശാംശത്തിന്റെ പൈസയാണ്. പ്രിയമുള്ളവരെ, ഇതൊന്നും കൊണ്ട് നിത്യത പ്രാപിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമുക്കും അങ്ങനെ തന്നെ നമ്മുടെ മക്കളെയും നമ്മൾ ഇതൊക്കെ ഉപദേശിക്കുമ്പോഴും നമുക്കും കുഞ്ഞുങ്ങളുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങളെയും ഇപ്രകാരം തന്നെ വലിയ സ്റ്റാൻഡേർഡൊന്നും നമ്മൾ നോക്കണ്ട. പ്രാർത്ഥിക്കുന്ന കൊച്ചാണ്. പ്രാർത്ഥിക്കുന്ന ഒരു കൊച്ച് നിങ്ങളുടെ വീട്ടിൽ വന്നാൽ നിങ്ങളുടെ മകൻ എന്ന് സന്തുഷ്ടനായിരിക്കും. പണമുള്ളവർ വന്നാൽ ചിലപ്പോൾ നിങ്ങളുടെ മകൻ എന്നും നിരാശനായി തീരുവാൻ്റെയാകും. ഹല്ലേലൂയ. ആകയാൽ വാങ്ങുന്ന പൈസ സൂക്ഷിച്ചായിരിക്കണം. രക്തക്കറകളുണ്ടെങ്കിൽ നമുക്ക് ഏറ്റു പറയണം, ഉപേക്ഷിക്കണം. അറിയാമയുടെ കാര്യങ്ങളെ ദൈവം ഗണ്യമാക്കുന്നേ നമുക്ക് യേശുവിന്റെ രക്തത്താൽ കഴുകൽ പ്രാവശ്യം. ഇനി നിങ്ങളുടെ ചർച്ചിനകത്ത് ദശാംശം ഒരു പയ്യൻ കൊണ്ടുവരുമ്പോൾ അതിനകത്തുള്ളത് വാങ്ങരുത്. അത് രക്തപ്പഴിയായിരിക്കും, രക്തക്കറയായിരിക്കും. അത് ദൈവസന്നിധിയിൽ കണക്കൂടിക്കേണ്ടി വരും. ഇനി പെൺകുട്ടികളോട് ഞാൻ വിനയപൂർവ്വം പറയുന്നു, ജീവിതത്തിനകത്ത് കർത്താവ് നിങ്ങൾക്ക് തരേണ്ട തുണയുണ്ട്. ആ തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത് എപ്പോഴാണ്? നിങ്ങൾ കർത്താവ് രക്ഷകനായി സ്വീകരിച്ചു, ജലത്തിൽ സ്നാനമേറ്റു, അതിൻ്റെ ഒരു പക്വതയിലേക്ക് വരുന്ന ആ സമയം മുതൽ നിങ്ങൾ പ്രാർത്ഥിക്കണം. കർത്താവേ, എനിക്ക് രക്ഷിക്കപ്പെട്ട ചിലരൊക്കെ പ്രാർത്ഥിക്കും, കർത്താവ് എനിക്ക് സൗന്ദര്യം വേണം, എനിക്ക് മീശ ഇച്ചിരി കട്ടിയുള്ളതായിരിക്കണം, മീശ കുറഞ്ഞതായിരിക്കണം, പിന്നെ ചെറിയ താടി ഈ ആട്ടിൻ്റെ രോമം ഇരിക്കുന്നത് പോലുള്ളത് ആയിരിക്കണം, പിന്നീട് ചിലർ പ്രാർത്ഥിക്കും മുടി അങ്ങ് നിറഞ്ഞതായിരിക്കണം, ചിലർ പറയും ഇച്ചിരി കിളരമുള്ളതായിരിക്കണം, ചിലർ പറയും കിളരം കുറഞ്ഞതായിരിക്കണം. അങ്ങനെയല്ല പ്രാർത്ഥിക്കേണ്ടത്. അത് നിങ്ങളുടെ ഇഷ്ടം. നിങ്ങളുടെ ഇഷ്ടത്തിൽ വരുമ്പോഴാണ് ഈ സ്ത്രീധന കള്ളന്മാർ നിങ്ങളുടെ അടുത്ത് വരുന്നത്. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾ പ്രാർത്ഥിക്കുന്നു, കർത്താവേ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് വിശുദ്ധിയിലും വേർപാടിലും പ്രാർത്ഥിക്കുന്ന, ദൈവസഭയ്ക്ക് കൈത്താങ്ങൾ കൊടുക്കുന്ന, ദൈവത്തിന് പ്രയോജനപ്പെടുന്ന, സുവിശേഷത്തിൽ താല്പര്യമുള്ള, എന്നെ സ്നേഹിക്കാൻ മനസ്സുള്ള, എൻ്റെ കുടുംബത്തോട് ചേർന്ന് നിൽക്കുന്ന കർത്താവെ ഒരു ദൈവവിശുദ്ധനെ എനിക്ക് വേണമെന്നൊന്ന് പറഞ്ഞ് പ്രാർത്ഥിപ്പേ. കർത്താവ് തക്ക സമയമാകുമ്പോൾ ആരും അറിയാത്ത ദൈവപ്രവൃത്തി നടത്തും. ഇനി നിങ്ങളുടെ വീട്ടിൽ സ്ത്രീധനത്തിൽ പറഞ്ഞു വരുന്നവരെ നിങ്ങൾ വീട്ടിലെടുത്ത് അടുപ്പിക്കരുത്, മുട്ടിക്കണം. നിങ്ങളുടെ കൈ കൊണ്ട് ഒരു ഗ്ലാസ് ചായ അവന് കൊടുക്കരുത്. മനസ്സിലായോ? അവൻ നിങ്ങളെയല്ല സ്നേഹിക്കുന്നത്, നിങ്ങളുടെ പണത്തെയാ. നിങ്ങളെയല്ല സ്നേഹിക്കുന്നത്, നിങ്ങൾ കൊടുക്കുന്ന വാഹനത്തെയാ. നിങ്ങളെയല്ല സ്നേഹിക്കുന്നത്, നിങ്ങളുടെ കൊടുക്കുന്ന വസ്തുവകളെയാ. ഹല്ലേലൂയ. അതുകൊണ്ട് പെൺകുട്ടികളെ, നിങ്ങൾ ധൈര്യമായി നിൽക്കണം. കർത്താവ് നിങ്ങൾക്ക് തക്ക സമയത്ത് തുണകളെ ദൈവം തരും. പക്ഷേ നിങ്ങളുടെ പ്രാർത്ഥന ഇതായിരിക്കണം. ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇനി ഒരു കൂട്ടരോടും കൂടെ പറഞ്ഞ് ഞാനൊന്ന് നിർത്താം. ഈ തലമുറയിൽ അടുത്ത ജനറേഷൻ എന്ന് വെച്ചാൽ അടുത്ത സുവിശേഷത്തിൽ ആത്മീയരായി അല്ലെങ്കിൽ ദൈവദാസന്മാരാകേണ്ട അനേക ചെറുപ്പക്കാരുണ്ട്. അവർ BTHO CTHO എടുത്തിട്ട് അവർ വളരെ വേഗതയിൽ ഒരു കല്യാണത്തിന് വേണ്ടി, കല്യാണം കഴിച്ചാലല്ലേ ഒരു സഭ കിട്ടും. ഇവിടെ ഇവന്മാർ എന്ന് പറയുന്ന വാക്ക് എന്നോട് പൊറുക്കണം. ഞാനത് പറയുന്ന വാക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള വാക്കാണെങ്കിലും, പറയാൻ പാടില്ലാത്ത വാക്കാണെങ്കിലും ഞാൻ പറഞ്ഞു പോവുകയാണ്. ഇവരൊക്കെ വന്നിട്ട് 10 ലക്ഷം കാർ, റബ്ബർ എസ്റ്റേറ്റ്, ഒരുത്തൻ
ഒരു സുവിശേഷത്തിൽ ആദ്യം ഇറങ്ങിയ ഉപദേശി, കൊച്ചുപദേശമുണ്ട്, ആ ഉപദേശി പറഞ്ഞൊരു വാക്ക്, കാലിൻ്റെ മുട്ടുവരെ അവക്ക് തലമുടി വേണം, കണ്ണ് മയിലിൻ്റെതായിരിക്കണം. ചില സുവിശേഷകന്റെ കൊച്ചു സുവിശേഷകന്മാരെ മാനിന്റെ കണ്ണ് പോലും. ഇതിനകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, എങ്കിലും പറയുന്നത് കേട്ടിട്ടാ പറയും. പിന്നെ ഒരു കൈമണി അല്ലെങ്കിൽ പോക്കറ്റ് മണി എന്നൊക്കെ പറയും. അത് സ്ത്രീധനം എന്ന് പറയാതെ ആത്മീയരുടെ ഇടയിൽ വന്ന ഒരു പ്രത്യേകമായ പദമാണ് കൈമണി അല്ലെങ്കിൽ പോക്കറ്റ് മണി. ഒരു 10 ലക്ഷം അല്ലെങ്കിൽ 25 ലക്ഷം. പിന്നെ സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഓടിക്കാൻ ഒരു വണ്ടി വേണം. പിന്നെ ഒരു വീട് കിട്ടിയാലും കുഴപ്പമില്ല. സ്തോത്രം, ഹല്ലേലൂയ. എൻ്റെ പൊന്നു പ്രിയ കൊച്ചു സുവിശേഷകന്മാരോട് പറയുന്നു, നിങ്ങൾ ഇതിനേക്കാൾ നല്ലത് ഒരു തോർത്ത് വിരിച്ച് റോഡിലിട്ട് ഇരുന്നിട്ട് എനിക്ക് ഇന്നത് വേണം, അതിനു വേണ്ടിയാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നതെന്ന് പറഞ്ഞാൽ മാത്രം മതി. 1 വർഷം കാലം കഴിയുമ്പോൾ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം നടക്കും. മനസ്സിലാവുന്നുണ്ടോ? സുവിശേഷകന്മാരുടെ ഞാൻ പറയുന്നത്, നിങ്ങൾ ബൈബിൾ എടുത്തതോടുകൂടെ സുവിശേഷകനാകുന്നില്ല. നിങ്ങൾക്ക് വേണ്ടത് പ്രാർത്ഥിക്കുന്ന ഒരു കൊച്ച, നിങ്ങൾക്ക് വേണ്ടത് നിങ്ങളുടെ കൂടെ ഉപവസിക്കുന്ന ഒരു കൊച്ച, നിങ്ങൾക്ക് വേണ്ടത് നിങ്ങളുടെ കൂടെ കരയുന്ന, കഷ്ടതയിൽ നിങ്ങളുടെ കൂടെ ചേർന്ന് നിൽക്കുന്ന ഒരു തുണയാണ് ആവശ്യം. സുവിശേഷ വേല പട്ടുമെത്തയല്ല. മുള്ളുകളിൽ കൂടെ ഇറങ്ങിച്ചെല്ലുമ്പോൾ, ആ മുള്ളു കുത്തി വേദനിക്കുമ്പോഴും ഓടി വന്ന് കുഴപ്പമില്ലെന്ന് പറയാൻ പ്രാർത്ഥിക്കുന്ന ഒരു പെൺകുട്ടിക്ക് മാത്രമേ കഴിയുള്ളൂ. വിശുദ്ധിയുള്ളൊരു പെൺകുട്ടിക്ക് മാത്രമേ കഴിയുള്ളൂ. ആ പെൺകുട്ടിയെ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ മുഴങ്കാൽ മടക്കി ദൈവസന്നി ഉപവസിച്ച് പ്രാർത്ഥിക്കാൻ കഴിയുമെങ്കിൽ നിങ്ങളുടെ കുടുംബ ജീവിതത്തിനകത്ത് ശുശ്രൂഷ മേഖലകളിൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു പെൺകുട്ടിയെ ദൈവം നിങ്ങൾക്ക് തരുവാനിടയാകും. ആമേൻ, സ്തോത്രം. ആകയാൽ സുവിശേഷകന്മാരോട് ഞാൻ പറയുന്നു, ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും കാരണം. നിങ്ങൾ ദയവ് ചെയ്ത് സൗന്ദര്യം നോക്കി, പണം നോക്കി, എസ്റ്റേറ്റ് നോക്കി, കാർ നോക്കി, ഇനി ചർച്ച് നോക്കിയും ഒക്കെ കല്യാണം കഴിക്കുന്നില്ലേ? അത് നിങ്ങൾക്ക് വരും നാളുകളിൽ വിനയായിട്ടും തലവേദനയായിട്ടും ആ പെൺകുട്ടി തീരുക തന്നെ ചെയ്യും. അങ്ങനെ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നു. ആകയാൽ പ്രാർത്ഥിക്കുന്ന, കരയുന്ന, ഉപവസിക്കുന്ന, വിശുദ്ധിയുള്ള, കന്യകത്വം കാത്തു സൂക്ഷിക്കുന്ന, പ്രൈസ് ദി ലോർഡ്, ഭർത്താവിൻ്റെ കൂടെ, സുവിശേഷകന്റെ കൂടെ നെഞ്ചും നെറ്റിയും കൊടുത്ത് കൂടെ ചേർന്ന് നിൽക്കുന്ന ഒരു പെൺകുട്ടിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. നിങ്ങൾ കരയണം. ഒരു ബ്രോക്കറല്ല നിങ്ങൾക്ക് കൊണ്ടുവരേണ്ടത്. പിന്നെ ആര് കൊണ്ടുവരണം? പരിശുദ്ധാത്മ നിങ്ങൾക്ക് തരണം. ആ ശുശ്രൂഷയിൽ വലിയ മഹത്വം ഉണ്ടാകും. ഹല്ലേലൂയ. ഞാൻ എൻ്റെ വാക്ക് നിർത്തിക്കോട്ടെ. ഇത്രയും കാര്യം, സ്ത്രീധനം എന്ന വാക്ക് ഞാൻ ഇത്രയും പറയാൻ കാരണം, ഈ നാളുകളിൽ ആത്മീയരുടെ ഇടയിലുള്ള അനേക ചെറുപ്പക്കാർ നിസ്സാരമായി ഒരു തുണി മാറ്റുന്നത് പോലെ കുടുംബ ജീവിതങ്ങൾ വേണ്ടെന്ന് പറഞ്ഞ് കളയുമ്പോൾ ദൈവത്തിന് വേണ്ടി ഇറങ്ങിയ അനേക പെൺകുട്ടികൾ ഇന്ന് അനാഥത്വത്തിൽ കഴിയുന്നു. ചില കുടുംബങ്ങളിൽ അവർ കരഞ്ഞ് ജീവിതം ഉരുകുന്നത് പോലെ ഉരുകിക്കൊണ്ടിരിക്കുന്നു. സ്വന്തമായി ദൈവത്തോട് ചോദിക്കുന്നു, ഇതിനേക്കാൾ നല്ലത് ഞാൻ വീട്ടിൽ നിന്നാൽ മതിയല്ലോ, എനിക്കിങ്ങനെ വരണ്ടായിരുന്നല്ലോ എന്ന് ചോദിക്കുന്നവരുണ്ട്. ഹല്ലേലൂയ. പല ആപത്തുകളും അനർത്ഥങ്ങളും നമ്മുടെ പെൺകുട്ടികളെ തേടി വരുമ്പോൾ നിങ്ങൾ ചിന്തിക്കണം, സ്ത്രീധനത്തിൻ്റെ പേരിലാണ് എന്ന നഗ്നസത്യം നിങ്ങൾ മറക്കാതിരിക്കട്ടെ. സ്തോത്രം. നമ്മുടെ ലോകത്തിൽ സംഭവിക്കുമ്പോൾ വിദ്യാസമ്പന്നന്മാർ നിറഞ്ഞു നിൽക്കുന്ന കൊച്ചു കേരളത്തിൽ, ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിൽ ഈ സ്ത്രീധനം എന്ന് പറയുന്ന ദുരാചാരം നിറഞ്ഞു നിൽക്കുമ്പോൾ വിശുദ്ധന്മാരെന്നും അഭിഷക്തദാസന്മാരെന്നും വലിയ പാസ്റ്റർമാരെന്നും അഭിമാനിക്കുന്നവരുടെ ഇടയിൽ മുതൽ താഴെത്തട്ടിലെ വിശ്വാസികൾ വരെയുള്ള കുടുംബങ്ങളിൽ ഇന്ന് നടക്കുന്ന ഈ സ്ത്രീധനം എന്ന് പറയുന്ന ദുരാചാരത്തെ അതാരും, ഒരു പ്രവാചകന്മാരും ഇത് കാണുന്നില്ല. ഒരു പ്രവാചകന്മാരും തലയൊക്കെ വെച്ച് ദൂത് പറയുന്നില്ല. എന്തോ ഒരു അതിശയം. സ്തോത്രം. UK അയക്കുന്നത് കാണാം, മഞ്ഞുള്ള ദേശത്ത് അയക്കുമെന്ന് പറയും.
പക്ഷേ ഇതൊന്നും ഈ ഉപദേശിമാരുടെ കണ്ണിൽ ഈ കുറവ് കാണുന്നില്ലേ? ഇത് സ്ത്രീധനം ഒരു ദുരാചാരമാണ്, നിയമവിരുദ്ധമാണ്. നിങ്ങളുടെ മക്കൾക്ക് സന്തോഷത്തോടെ നിങ്ങൾ കൊടുക്കുകയും ഉള്ളവർ കൊടുക്കുകയും മക്കളുടെ അപ്പന്റെ അവകാശം മക്കൾക്കുള്ളത്. പക്ഷേ ഈ കൊട്ടിഘോഷിക്കുന്നതും ഈ സ്ത്രീധനവും ഈ പോക്കറ്റ് മണി എന്ന് പറഞ്ഞുകൊണ്ട് വിതരണം ചെയ്യുന്നതും ദൈവവചനപ്രകാരം തെറ്റാണ്. ഇവിടെ നിർത്തട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി നിങ്ങളോട് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ സഭയിലെ ഈ ദുരാചാരത്തെ നിങ്ങൾ പ്രാർത്ഥിക്കണം, നിങ്ങൾ ഉപവസിക്കണം. ദൈവമേ, എൻ്റെ ചർച്ചയിൽ ഒരു ചെറുപ്പക്കാർക്കും ഇങ്ങനെ സംഭവിക്കരുത്. എൻ്റെ കുടുംബത്തിനകത്ത് ഒരു പെൺകുട്ടിക്ക് കർത്താവെ ഒരു ആകസ്മികമായ പ്രശ്നങ്ങൾ ഉണ്ടാകരുത്, ദുരാപത്തുകൾ സംഭവിക്കരുത്, കുടുംബജീവിതത്തിൽ ഭിന്നതകൾ വരരുത്, കുടുംബജീവിതം നരകമാകരുത്. നരകത്തിലേക്കല്ല വരേണ്ടത്, നമ്മുടെ കുടുംബജീവിതം സ്വർഗമായി തീരണം. കർത്താവ് ഈ വചനങ്ങൾ കൂടെ, ഈ സന്ദേശത്തിൽ കൂടെ ചിലർക്കെങ്കിലും രൂപാന്തരങ്ങൾ, മാറ്റങ്ങൾ സംഭവിക്കട്ടെ എന്ന് ക്രിസ്തുവിൽ ഞാൻ ആഗ്രഹിക്കുന്നു. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവേ, ഞാൻ ഈ സമയത്ത് വിവാഹം നടക്കാതെ ആയിരിക്കുന്ന പെൺകുട്ടികൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം, ചെറുപ്പക്കാർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കാം. നമുക്കൊരു നിമിഷം കണ്ണുകളെ മൂടാമോ? അനേക ബന്ധങ്ങൾക്ക് വേണ്ടി ഓടി സാമ്പത്തികം ആഗ്രഹിച്ചാൽ പോകുന്നു. പ്രിയമുള്ളവരെ, സാമ്പത്തികം എല്ലാം ദൈവം തരും. നിങ്ങൾ ദൈവത്തോട് ഒരു നിമിഷം പ്രാർത്ഥിപ്പേൻ. മഹാപരിശുദ്ധനായ ഞങ്ങളുടെ നല്ല ദൈവമേ, നിന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കർത്താവേ, മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, ഞാൻ അവർക്ക് തക്ക തുണയെ കൊടുക്കുമെന്ന് പറഞ്ഞല്ലോ. അങ്ങനെയാണെങ്കിൽ ചില തുണയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുന്നു, കാൺ തുണയ്ക്ക് വേണ്ടി, പെൺ തുണയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുന്നു. പരിശുദ്ധാത്മാവേ, അവരുടെ ജീവിതത്തിനകത്ത് വചനം അറിയാത്തത് കൊണ്ട് ചിലതൊക്കെ അവർ സങ്കല്പിച്ചു വെച്ചിരുന്നു. അതെല്ലാം യേശുവിന്റെ വചനത്താൽ ആ ചുറ്റിക കൊണ്ട് ഞങ്ങൾ ഉടച്ചു മാറ്റുകയാണ്. ഇന്ന് എടുത്ത തീരുമാനത്തിന്റെ മുമ്പിൽ പരിശുദ്ധാത്മാവേ, ഈ മാസം തീരുന്നതിന് മുമ്പ് ചിലർക്ക് വേണ്ടി നല്ല ബന്ധങ്ങൾ പ്രാർത്ഥിക്കുന്ന ചില കുടുംബത്തിൽ നിന്നും ചില സഹോദരന്മാരെ, ചില സഹോദരിമാർ ലഭിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇന്നും കർത്താവേ, ഹല്ലേലൂയ, സ്ത്രീധനത്തിന്റെ പേരിൽ മാനസികമായി തകർന്ന് എന്നും കുത്തുവാക്കുകൾ കേട്ട് അമ്മായിയുടെയും അമ്മാവന്റെയും കുത്തുകേട്ട് ഭർത്താവിന്റെ തല്ലുകൊണ്ട് അപവാദ വാക്കുകൾ കേട്ട് അയ്യോ തകർന്നുകൊണ്ടിരിക്കുന്ന യൗവനക്കാരിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ ആവിയെ, ഇപ്പോൾ അവരുടെ മേൽ ഒരു സമാധാനം അയക്കണമേ, ആ കുടുംബത്തിനകത്തൊരു മാറ്റം ദൈവം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, അപ്പൊ സ്ത്രീധനം കൊടുത്ത് സ്വന്തം വീട് നഷ്ടപ്പെട്ടു, മക്കളെ അയച്ചു, സ്വന്തം വീട് നഷ്ടപ്പെട്ടു, ജപ്തി വരെ വന്നിരിക്കുന്നവരുണ്ട്, ജപ്തിക്ക് ഡേറ്റുകൾ നിശ്ചയിച്ചിരിക്കുന്നവരുണ്ട്. കർത്താവേ, ആത്മഹത്യയാണോ ഇനി പരിഹാരമെന്ന് ആത്മീയരുടെ ചോദിക്കുന്ന അനേകം മാതാപിതാക്കളുണ്ട്. അപ്പാ, നീ അവരെ നീ ഓർക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കൃപ കൊണ്ട് നിറയ്ക്കണം, സഹായിക്കണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, വിവാഹം നടത്തിയതിന്റെ പേരിൽ കോടിക്കണക്കിന് രൂപയുടെ കടബാധ്യതയിൽ മുങ്ങി നിൽക്കുന്ന ആത്മീയ ലോകത്തിൽ ദൈവദാസീദാസന്മാരുണ്ട്. എത്രയോ അച്ചായന്മാർ, എത്രയോ അമ്മാമ്മമാർ, വീട്ടിനകത്ത് സ്വസ്ഥതയില്ല, കഴിക്കാൻ ആഹാരമില്ല, മോളെ ലക്ഷങ്ങൾ കൊടുത്തയച്ചു, ജപ്തി നോട്ടീസ് വന്നു, വീട് ചിലർ ജപ്തിയായി കൊണ്ടുപോയി, ധനാതത്വത്തിൽ കഴിയുന്നു. ഇതിന് കാരണം എന്താണ്? ഈ സ്ത്രീധനം എന്ന് പറയുന്ന ശാപം. ഇത് നമ്മുടെ ആത്മീയ ലോകത്തുനിന്നും അഴിഞ്ഞു മാറുവാൻ നമുക്ക് ഒരുമിച്ച് പ്രയത്നിക്കാം, ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഈ ദുരാചാരം നമ്മുടെ സഭകളിൽ നിന്നും ആ ചങ്ങല പൊട്ടിമാറട്ടെ എന്ന് ക്രിസ്തുവിൽ ആഗ്രഹിക്കുന്നു. ഈ സന്ദേശം നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്കും കൂടെ ഷെയർ ചെയ്യുക. വാട്സപ്പ് ഗ്രൂപ്പുകൾ ഷെയർ ചെയ്യുക. ചർച്ച് വാട്സപ്പ് ഗ്രൂപ്പുകൾ നിങ്ങൾ ഷെയർ ചെയ്യണം. എന്തെന്ന് ചോദിച്ചാൽ സഭകൾ ഇത് അറിയട്ടെ, പെൺകുട്ടികൾ അറിയട്ടെ, ചെറുപ്പക്കാർ അറിയട്ടെ, അമ്മയപ്പന്മാർ, പാസ്റ്റർമാർ അറിയട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവം അനുവദിച്ചാൽ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വരുന്നവരെയും പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെ ഇരിക്കട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.